അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. ദുആ ചെയ്യുക എന്നത് മനുഷ്യൻ്റെ ഉബൂദിയത്തിൻ്റെ ഒരടയാളമാണ്. അടിമത്വം. മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ആ മനുഷ്യന് അവൻ്റെ അടിമത്വം കാണിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ദുആ ചെയ്യുക എന്നുള്ളത്. പ്രാർത്ഥിക്കുക. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ യാചിക്കുക, രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുക, ഗുണങ്ങൾക്ക് വേണ്ടി യാചിക്കുക. ഈ യാചനയുടെ മനസ്സ്, യാചനയുടെ വാക്കുകൾ, അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായും അടിമത്വം ഉണ്ടാകും. നമ്മളൊരാളുടെ മുമ്പിൽ ഒന്നുമില്ലാത്ത ആളായി നിന്ന് എനിക്കെന്തെങ്കിലും തരണം, എനിക്ക് വല്ലതും തരണേ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുക എന്നത്, അതാണ് അടിമത്വത്തിൻ്റെ ഒരു പ്രകടിത രൂപം എന്ന് പറയാം. നമ്മുടെ വീട്ടിലൊക്കെ ചില ആളുകൾ യാചിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട്. അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഭാഷയും ശ്രദ്ധിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കണമെന്ന് മനസ്സിലാവും. എന്തെങ്കിലും ഒന്ന് ഈ മുതലാളിയിൽ നിന്ന് കിട്ടണമെന്ന, വീട്ടുകാരിൽ നിന്ന് കിട്ടണമെന്ന ലക്ഷ്യത്തിൽ അവരിങ്ങനെ കൈ മലർത്തി അവരുടെ മുഴുവൻ കഷ്ടപ്പാട് നമ്മളെ ബോധിപ്പിക്കുന്ന വിധത്തിൽ നിൽക്കും. എന്നിട്ട് എന്തെങ്കിലും തരണേ എന്നുള്ള ഒരു വിനയ പ്രകടനത്തിൽ അമ്മേ വല്ലതും തരണേ എന്ന രൂപത്തിലാണ് എന്ന വാചകം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നിൽപ്പുണ്ട്. ഇതാണ് നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കാനുള്ളത്. ഇവിടെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിൽക്കുന്നവരായിരിക്കും വീട്ടുകാർ. ആ ബോധമില്ലെങ്കിൽ അവർ ദൈവമാവും. ഈ വീട്ടുകാർക്ക് അള്ളാഹു നൽകിയതാണ് ഈ അനുഗ്രഹങ്ങൾ. അവർക്കിനി നമുക്കെന്തെങ്കിലും തരണം എന്ന് അവർക്ക് തോന്നിപ്പിക്കേണ്ടത് അള്ളാഹു ആണ്, സൃഷ്ടാവാണ് എന്ന ബോധമില്ലെങ്കിൽ യാചിക്കുന്നവൻ മുശ്രിക്കാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസമാണ് നമ്മളെ ഈമാനും കുഫറും നിർണ്ണയിക്കുന്നത്. അപ്പോൾ ദുആ അടിമത്വത്തിൻ്റെ സമർപ്പണമാണ്. ആ ദുആ, ഒരാളുടെ ഇബാദത്ത് ശരിയാകാൻ ദുആ നിർബന്ധമാണ്. മാത്രമല്ല അതിന് ഐഹികമായ നേട്ടമുണ്ട് ദുആക്ക്. അതെന്താണ്? ദുആ മുഖേന അശക്തന് ഒരു ശക്തി കിട്ടും. അവൻ്റെ മനോവിഷമങ്ങൾക്കുള്ള മരുന്നാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവൻ്റെ മനസ്സ് ഓട്ടോമാറ്റിക് പ്രാർത്ഥനയിലേക്ക് പോകും. അതാണ് സ്വാഭാവികമായൊരു മനുഷ്യൻ. സത്യത്തിൽ എല്ലാത്തിനും കഴിവുള്ളപ്പോഴും പ്രാർത്ഥനയിലേക്ക് പോവുക എന്നതാണ് തൗഹീദുള്ള മനുഷ്യൻ്റെ സ്വഭാവം. കാരണം തൗഹീദുള്ള മനുഷ്യൻ മനസ്സിലാക്കുന്നത് അവന് കൂവത്തില്ല എന്നാണ്. അവന് ശക്തിയില്ല, കഴിവില്ല, ധനമില്ല, ഒന്നുമില്ല. പിന്നെ അവന് ലഭിച്ചിട്ടുള്ളതോ അത് അള്ളാഹുവിൻ്റെ വേണ്ടുക പ്രകാരം നിശ്ചിത കാലത്തേക്ക്, എത്ര കാലത്തേക്കാണെന്ന് അറിയില്ല, അവന് താൽക്കാലികമായി അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. ഏത് നിമിഷവും ഇത് പിൻവലിക്കപ്പെടാവുന്നതാണ് എന്ന തൗഹീദിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലാണ് അവൻ നിൽക്കുക. അതുകൊണ്ട് അവൻ ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ അഹങ്കാരിയായിട്ടോ തൻപൊരിമയോടുകൂടിയോ നിൽക്കില്ല. അവൻ്റെ ഉബൂദിയത്തോടുകൂടി, എല്ലാം ഉള്ളതോടൊപ്പം തന്നെ ഒന്നുമില്ലാത്തവനാണ് ഞാൻ യഥാർത്ഥത്തിൽ എന്ന സത്യത്തെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ദാനമാണ്, താൽക്കാലികവുമാണ് എന്ന സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ നിൽക്കുക. അതാണ് ഹക്ക്. ആ രൂപത്തിലാണ് നിൽക്കേണ്ടത്. അതിന് സഹായിക്കുന്നതാണ് ദുആ. അപ്പോൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം.
എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ നീയാണ് നൽകിയത് എന്ന ദിക്റുണ്ടാക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് നന്ദി പറയുകയും അള്ളാഹുവെ ഇതെനിക്ക് പ്രയോജനപ്പെടുത്തി തരണേന്ന് ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം. ധാരാളം ധനമുണ്ട്, എന്നാൽ പ്രയോജനമില്ലാത്ത ആളുകളുണ്ട്. സ്ഥാനമാനങ്ങളുണ്ടാകും, അതുകൊണ്ട് പ്രയോജനം തനിക്ക് പോലും ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള തൗഫീക്ക് വന്ന് തള്ളിത്തരണം. തൗഫീക്ക് എന്ന് പറഞ്ഞ ശക്തി, ആ ഒരു അനുഗ്രഹം വന്ന് നമ്മളെ ഫോഴ്സ് ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്കുള്ള പരിഹാരം ഈ ദുആയിലുണ്ട്. മനസ്സിന് ശക്തി കിട്ടും, മനസ്സിന് സമാധാനം കിട്ടും. അതുകൊണ്ട് ദുആയിലൂടെ സ്ട്രെസ്സ് മാറ്റണം, മനസ്സിൻ്റെ സ്ട്രെസ്സ്. അപ്പോൾ ദുആയിലേക്ക് ഒരാൾ ദുആ ചെയ്താൽ സ്ട്രെസ്സ് മാറുമെന്ന് പറയുമ്പോൾ ദുആയിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം വിശ്വാസത്തിലേക്ക് കടക്കണം. ഇപ്പോൾ ഇന്നത്തെ സൈക്കോളജിയിലും മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങുകളിലൊക്കെ എന്തുണ്ട്? ദുആയുണ്ട്, പ്രാർത്ഥിക്കുക. ആരോട് പ്രാർത്ഥിക്കുക? ആരോട് പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചാൽ തൻ്റെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാണ് അവരുത്തരം. ഇനി ദൈവത്തിൽ വിശ്വസിക്കാത്തവനാണെങ്കിലോ പിന്നെ മനസ്സിനോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയോട് പ്രാർത്ഥിക്കുക. എങ്ങനെയായാലും വേണ്ടില്ല, ഒരു പ്രാർത്ഥന അവിടെ വേണമെന്നതാണ്. പ്രാർത്ഥനയുടെ ഒരു എന്തുണ്ട്? ഘട്ടമുണ്ട് അവിടെ, ഒന്നില്ലെങ്കിൽ ആദ്യത്തിൽ അല്ലെങ്കിൽ അവസാനത്തിൽ. അപ്പം ഈ പ്രാർത്ഥിക്കുക എന്ന അവസ്ഥ മനുഷ്യൻ്റെ നിസ്സഹായതയുടെ ഒരവസ്ഥ കൂടിയാണ്. അത് കൂടിയേ തീരൂ എന്ന് മതനിഷേധികളായ ആളുകളുടെ ഇടയിൽ പോലും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. അതല്ലെങ്കിൽ ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇന്നത്തെ ട്രെയിനിങ്ങുകളിലൊന്നും തന്നെ പ്രാർത്ഥന കടന്നു വരാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവരുടെ ദൈവനിഷേധം എന്നത് അവർക്ക് യക്കീനുള്ള കാര്യമല്ല. അവർക്ക് യഥാർത്ഥത്തിൽ അവർ ദൈവനിഷേധികളല്ല, സന്ദേഹവാദികളാണ്, ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പോയിന്റ്, ദുആയാണ് പരിഹാരമെന്ന് പറയുമ്പോൾ ദുആയുടെ മുന്നോടിയായിക്കൊണ്ട് വിശ്വാസമാണ് പരിഹാരമെന്ന് വരുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ വിശ്വാസമെന്ന അടിത്തറയിൽ കയറി നിന്നുകൊണ്ടല്ലാതെ ദുആ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് വിശ്വസിക്കണം എന്ന് ഭൗതികവാദത്തിന് പ്രത്യേക മാനദണ്ഡമില്ലാത്തതുകൊണ്ട് അവൻ പ്രകൃതിയോട് പ്രാർത്ഥിച്ചാലും വേണ്ടില്ല, സ്വന്തത്തോട് പ്രാർത്ഥിച്ചാലും വേണ്ടില്ല, മനസാക്ഷിയോട് പ്രാർത്ഥിക്കുക. അവൻ്റെ മനസ്സ് തന്നെയാണ്. അവൻ്റെ അഹംഭ്രമം എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടല്ലോ, കുഫറിൻ്റെ സങ്കല്പമാണ്, ഹക്കല്ല. ഒന്നില്ല അങ്ങനെ, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളുടെ അനേകം ദൈവങ്ങളിൽ ഒന്നിനോട് പ്രാർത്ഥിച്ചോട്ടെ, എങ്ങനെയായാലും പ്രാർത്ഥിച്ചേ തീരൂ എന്നുള്ളൊരവസ്ഥ വരുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് നിർണയിക്കാനുണ്ട് ആരോട് ദുആ ചെയ്യണം. ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയണത് അള്ളാഹുവിനോട് മാത്രമേ ദുആ പാടുള്ളൂ എന്നാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. കാരണം അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹു മാത്രമാണ് റബ്ബ്, അള്ളാഹു മാത്രമാണ് ഗനിയ്, സ്വയം എല്ലാമുള്ളവനും എല്ലാവർക്കും നൽകാൻ കഴിയുന്നവനും നൽകിയാലും തീരാത്തവനും എന്നെന്നും നിലനിൽക്കുന്നവനും മറ്റൊരാളെയും ആശ്രയിക്കാതെ നിൽക്കുന്ന ഹയ്യുൽ ഖയ്യൂമായ റബ്ബ്. അതൊന്നേ ഉള്ളൂ എങ്കിൽ അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിന് അഖീദയുണ്ട്. ആ അഖീദയുള്ള നമുക്ക് പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. കാരണം എന്താ? ബിയദിക്കൽ ഖൈർ എന്നാണ് നമ്മളെ ദിക്റുകളിലുള്ളത്. നമ്മുടെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ വിശദമായ രൂപം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യഹ്യി വയുമീതു ബിയദിക്കൽ ഖൈരി വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്താണ്, കയ്യിലാണ് എല്ലാ അധികാരങ്ങളും ഖൈറും ഉള്ളത്. അപ്പോൾ ഖൈർ നമുക്ക് വേണോ? ആരോട് ചോദിക്കണം? അള്ളാഹുവിനോട് ചോദിച്ചേ പറ്റൂ. അതാണ് അള്ളാഹുവിൻ്റെ നിയമം.
ആ നിയമം അനുസരിച്ച് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിനോടുള്ള അടിമത്വമാണ് പ്രൂവ് ആകുന്നത്. അതവിടെ തെളിയുകയാണ്. അള്ളാഹുവിനോടുള്ള അടിമത്തം തെളിയുന്നതോടുകൂടി നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയായി ശരിയായ ദാസനായിട്ട് മാറുന്നു. ഇങ്ങനെ വലിയൊരു പ്രയോജനം ദുആയിലുണ്ട്. അത് മാനസികമായ നമ്മുടെ രോഗങ്ങൾക്കും സ്ട്രെസ്സിനൊക്കെ പരിഹാരമായതുകൊണ്ടാണ് അത് ഭൗതികവാദികൾ പോലും പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത്. ദൈവവിശ്വാസം വേണമെന്ന് പറയാത്ത, അതിന് പ്രോത്സാഹനം നൽകാത്തവർ പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹനം നൽകുന്നു. അപ്പോൾ നമ്മൾ ദുആയിലേക്ക് കടന്നു വരണമെങ്കിൽ ആദ്യം അഖീദ ഉറപ്പിക്കണം. അഖീദയുടെ മുകളിലാണ് ദുആയുള്ളത്. പക്ഷേ ഇതൊക്കെ പ്രായോഗിക ജീവിതത്തിൽ ചിലപ്പോൾ ഒരാൾ പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് അനുഭവം സിദ്ധിച്ചതിന് ശേഷമായിരിക്കും അഖീദ ഉറപ്പിക്കുള്ളൂ. അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലുള്ള നിശ്ചയങ്ങളാണ്. അള്ളാഹു എപ്പോഴാണ് ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുകയെന്നറിയില്ല. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, ബഹുദൈവത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ തന്നെ നിഷേധിച്ച് പ്രകൃതിയോട് പ്രാർത്ഥിക്കുന്ന ആൾക്ക് പോലും ഇവിടെ അനുഗ്രഹങ്ങൾ വന്നു ചേരും. അതുകൊണ്ടാണല്ലോ ഇവരും പ്രാർത്ഥിക്കുന്നത്. പ്രകൃതിയോട് പ്രാർത്ഥിച്ചാലും മനസ്സിനോട് പ്രാർത്ഥിച്ചാലും എന്തോ ഒരു ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ അവനല്ലാത്ത മറ്റൊരു കേന്ദ്രത്തോട് എന്തോ ആവലാതിപ്പെടുന്ന അവസരത്തിൽ എന്തോ ഒന്ന് വന്നു ചേരുന്നുണ്ട് എന്നുള്ള അനുഭവമാണുള്ളത്. അതോടെ മനുഷ്യൻ ചെറുതാകുകയാണ്, അവൻ്റെ മനസ്സ് സൈലൻ്റ് ആകുകയാണ്. ധ്യാനാത്മകമായ മനസ്സോടുകൂടി നിൽക്കുമ്പോൾ തന്നെ അവനൊരു സമാധാനം കിട്ടുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ റഹ്മാനിയത്തിൻ്റെ ഭാഗമാണ്. ഈ ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും അനുഗ്രഹം ചൊരിയുന്നവനായ അള്ളാഹു, അതാണ് നമ്മളെ വിശ്വാസത്തിൻ്റെ പ്രധാന ഭാഗമാണല്ലോ അത്. അതല്ലെങ്കിൽ ഐഹിക ലോകത്ത് പ്രാർത്ഥിച്ചാൽ തൗഹീദുള്ള ആളുകൾക്ക് മാത്രമേ ഉത്തരം കിട്ടുള്ളൂ എന്നല്ലല്ലോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടിയേക്കാം. പക്ഷെ അവൻ്റെ തൗഹീദ് ശരിയായാലേ പരലോകത്ത് പ്രയോജനമുള്ളൂ. ആ പരലോകത്തേക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ തൗഹീദിനെ ശരിയാക്കുവാൻ പ്രാർത്ഥന സഹായിക്കുന്നുണ്ട്. അപ്പോൾ തൗഹീദ് ശരിയല്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ച് മനമില്ലാ മനസ്സോടെ, അല്ലെങ്കിൽ ഹാഫ് മനസ്സോടെ, അല്ലെങ്കിൽ മുക്കാൽ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചവൻ്റെ ഉത്തരം കിട്ടിയപ്പോൾ അവൻ്റെ മനസ്സ് പൂർണ്ണ വിശ്വാസത്തിലേക്ക് വരികയാണ്. അതോടെ അവൻ ദൃഢവിശ്വാസിയായിട്ട് മാറും. അപ്പോൾ ഇങ്ങനൊരു പ്രയോജനം ദുആക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ഫാസ്റ്റ് ജീവിതമാണ്. ഫാസ്റ്റ് ധൃതി പിടിച്ച ഈ ജീവിതത്തിനിടയിൽ മനുഷ്യന് മാനസികമായ സമ്മർദ്ദം കൂടുതലാണ്. അതുകൊണ്ട് സ്ട്രെസ്സ് കൂടുകയാണ്, ആങ്സൈറ്റി കൂടുകയാണ്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ദുആ വലിയൊരു മരുന്നാണ്. പക്ഷേ ദുആ പരിശീലിപ്പിക്കണം. അതിന് ഏറ്റവും വേണ്ടത് അള്ളാഹുവിനെക്കുറിച്ച്, സൃഷ്ടാവിനെക്കുറിച്ച്, നമ്മളത് സൃഷ്ടിയാണ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് വളരെ സമാധാനത്തോടുകൂടി വിശദീകരിച്ചു കൊടുത്ത്, വ്യാഖ്യാനിച്ചു കൊടുത്ത് ആളുകളുടെ മനസ്സിൽ സമാധാനമുണ്ടാക്കി കൊടുക്കണം. സമാധാനമില്ലാത്ത 5 മിനിറ്റ് ഒതുങ്ങിയിരിക്കാൻ കഴിയാത്തവൻ എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? അതുകൊണ്ട് മനുഷ്യനെ ഒരു ഭാഗത്ത് ഈ ഓട്ടത്തിൽ നിന്നൊക്കെ ശാന്തമായി ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂർ ഇങ്ങനെ അവനെ ഇരുത്താൻ കഴിയണം. അതിനുവേണ്ടി അവനോട് സംസാരിക്കണം. അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാതെ പ്രാർത്ഥനയിലേക്ക് പെട്ടെന്ന് മനുഷ്യന് പൂണ്ടുപിടിക്കാൻ കഴിയില്ല, അതിലേക്ക് വന്നു ചേരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഫലപ്രദമായ വിധത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയില്ല. അല്ലാത്ത വിധത്തിലൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിച്ചേക്കാം. പക്ഷെ അവൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ദുആയിലേക്ക് വരണമെങ്കിൽ വിശ്വാസത്തിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസിയുടെ ആയുധമാണ് ദുആ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ആയുധമാണ്. ഈ ആയുധം എടുത്തുകൊണ്ട് നമ്മൾ ശത്രുവിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, പരീക്ഷണങ്ങളെ മറികടന്നിട്ടുണ്ട്. എത്രത്തോളം അള്ളാഹുവിൻ്റെ വിധിയെ പോലും മാറ്റിയെഴുതാൻ ദുആ കൊണ്ടല്ലാതെ കഴിയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുള്ളത്. അദ്ദുആഉ റദ്ദുൽ ഖലാ, അള്ളാഹുവിൻ്റെ ഖലാഇനെ റദ്ദ് ചെയ്യാൻ ദുആ കൊണ്ടേ കഴിയുള്ളൂ. അത്ര ഫലപ്രദമായ ഈ ദുആ അത് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ വഴിയിലേക്ക് വരികയും വേണം. അപ്പോൾ ദുആയിലേക്ക് വരാൻ, ഒരു ദുആയിലേക്ക് നമ്മളെ സഹായിക്കുന്ന ആളുണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ? നമ്മളെ വിശ്വാസം ശരിയാകേണ്ടതുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് വിശദീകരിച്ച് തരേണ്ടതുണ്ട്. ഇവിടെ 1,24,000 പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് എന്തിനാണ്?
ദ്വായിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, വിശ്വാസത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് മനുഷ്യനെ ചേർക്കാൻ ഒരു ഗൈഡിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് 1,24,000 പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. എന്നാൽ അതേ സമയത്ത് 4 വേദഗ്രന്ഥങ്ങളെ ഇറക്കിയിട്ടുള്ളൂ, 100 ഏടുകളെ ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ ടെക്സ്റ്റിനേക്കാളേറെ ഒരു മനുഷ്യൻ്റെ ഉപദേശവും സഹവാസം, വെറും കേവലമായ ഉപദേശവും സഹവാസവും, കേവലം ഓഡിയോ കേട്ടുകൊണ്ടുള്ള ഉപദേശമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയാവുന്ന വിധത്തിൽ അവനുമായി ഒരു ഗുരുവുമായിട്ട് തന്നെക്കാൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും മാർഗദർശനം ചെയ്യാൻ കഴിയുന്ന ഒരാളുമായിട്ടുള്ള സഹവാസത്തിലൂടെ അവനവൻ്റെ വിശ്വാസത്തെ ശരിയാക്കി അവൻ്റെ മനസ്സിനെ ഏകാഗ്രതമാക്കി അവൻ കുറച്ചു നേരം പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ദുആ ചെയ്യുന്നതിലൂടെ അങ്ങനൊരു നേട്ടമുണ്ട്. അത് നമ്മുടെ ദോഷങ്ങളെ മായ്ച്ചു കളയാൻ സഹായിക്കുന്നതാണ്. ദുആയിലൂടെ വിശ്വാസം വർദ്ധിക്കും, ദോഷം മായ്ക്കപ്പെടും. പിന്നെ അതുപോലെ അദ്വാഉ മുഖുൽ ഇബാദ, ഇബാദത്തിൻ്റെ മജ്ജയാണ്, അതിൻ്റെ സത്തയാണ്. അങ്ങനെയുള്ള ദുആ അത് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ആ മാർഗത്തിലേക്ക്, അതുപോലെ തസവൂഫിൻ്റെ മേഖലയിൽ ഇത് സൂഫിയാക്കളായ അള്ളാഹുമായിട്ട് മുഖറബായ ആളുകളുമായിട്ടുള്ള ബന്ധം, അവരോടുള്ള മഹബത്ത്, അതും ദുആക്ക് സഹായിക്കുന്ന, ദുആ മുഖേന എന്താണ് ലക്ഷ്യമാക്കുന്നത്? അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകമായ നേട്ടം കൈവരിക്കലാണ്. അത് അസാധാരണമായ വിധത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗൈബിയായ അള്ളാഹുവിൻ്റെ സഹായം, അതിലാണ് മുസ്ലിം വിശ്വസിക്കേണ്ടത്, അതിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്. അതിൽ ദൃഢമായ പ്രതീക്ഷയുണ്ടെങ്കിൽ ആ പ്രതീക്ഷാബോധത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് വന്നു ചേരും. അതിൽ നമുക്ക് യഖീനുണ്ടാകണം. സാധാരണ കാര്യകാരണ ബന്ധത്തിലൂടെ കണക്ക് കൂട്ടിയാൽ ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങൾ അള്ളാഹു തആല നമുക്ക് നൽകാൻ സഹായിക്കുന്ന വഴി നൽകും. അള്ളാഹു നമുക്ക് നൽകും. അതെങ്ങനെ? അസാധാരണമായിട്ട്. അതാണ് ഗൈബിയായ സഹായം. ആ ഗൈബിയായ സഹായത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരും വിശ്വാസം നഷ്ടപ്പെട്ടവരാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഭൗതികവാദം കൂടി. ഈ അസാധാരണമായ സഹായം നമ്മളിലേക്ക് വന്നു ചേർന്നതിൻ്റെ ചരിത്രമാണ് കറാമത്തുകളും മുഅ്ജിസത്തുകളായിട്ട് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. അതിൽ നമുക്ക് വിശ്വാസം വരണമെങ്കിൽ ആദ്യം തന്നെ നമ്മളെ വിശ്വാസികളെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ്. ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗൈബിനെ കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഗൈബിയായ സഹായത്തെക്കുറിച്ചും വിശ്വാസം വരണമല്ലോ. അപ്പോൾ അതിൽ പ്രതീക്ഷയും വെക്കണമല്ലോ. അപ്പോൾ ദുആ ചെയ്യുന്ന അവസരത്തിൽ ഗൈബിയായ അവൻ്റെ സഹായത്തെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ പാപം കാരണമോ നമ്മുടെ ഈമാൻ്റെ കുറവ് കാരണമോ ഗൈബിയായ സഹായങ്ങളുടെ വാതിൽ തുറക്കാതിരിക്കാം. എന്നാൽ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഇത് ആർക്കും തുറന്നു കിട്ടുകയും ചെയ്തേക്കാം. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുകളൊക്കെ അള്ളാഹുവിന് പുറത്തു തരാൻ ഒരു സെക്കൻഡേ ആവശ്യമുള്ളൂ. ആ ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒരു കണ്ണുനീര് തുള്ളി കൊണ്ട് നരകത്തിൻ്റെ വലിയ അഗ്നിയെ കെടുത്തിക്കളയാൻ കഴിയും. അതിന് മുഴുവൻ നമുക്ക് കെടുത്തിക്കളയാൻ കഴിയുന്ന വിധത്തിലാണ് അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്ന ദീനും അങ്ങനെയാണ്. ഒരു തുള്ളി കണ്ണുനീര് മതി, അത് നരകത്തെ മുഴുവൻ കെടുത്തി, നിങ്ങളെ നരകത്തെ കെടുത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആലങ്കാരിക പ്രയോഗമാണ്. നമുക്ക് നരകത്തിൽ നിന്ന് നമ്മൾ മോചിതരാവുന്നു, അതല്ലാതെ നരകം എന്ന് പറഞ്ഞാൽ സാധനം ഇല്ലാണ്ടാവുന്നല്ല. അപ്പോൾ ദുആ അതിൻ്റെ മര്യാദകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചിട്ടകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദുആ ചെയ്താൽ അതിന് തീർച്ചയായിട്ടും ഉത്തരം കാണും. നമ്മൾ വിചാരിച്ച പോലെ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചതുപോലുള്ള ഉത്തരങ്ങളാണ് കിട്ടുക. അഥവാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാവും. പല രൂപത്തിൽ പരിഹാരങ്ങൾ വന്നേക്കാം. പക്ഷെ നമ്മൾ വിചാരിച്ച രൂപത്തിൽ തന്നെ പരിഹാരം വരണമെന്നില്ല. കാരണം നമ്മൾ ആരാണ്? അബദുകളാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. യജമാനനായ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വഴിപ്പെടുകയല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പം നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ ആകെ ബോധിപ്പിക്കാനുള്ളത് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കണം. നീ എന്ത് കാര്യം നടത്തിയാലും നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് നീ പരിഹരിച്ചു തരണം. അത് ചിലപ്പോൾ ആ പ്രയാസങ്ങളില്ലാത്ത വിധത്തിൽ കാര്യം നടത്തി തരാൻ അള്ളാഹുവിന് കഴിയും. അങ്ങനെ ആയാലും നമുക്ക് സമാധാനം കിട്ടും, നമ്മൾ പ്രശ്നത്തിൽ നിന്ന് മോചിതരാകും. അങ്ങനെയുള്ള
വളരെ ഫലപ്രദമായ ഈ ദുആയിലേക്ക് നമ്മുടെ ശ്രദ്ധ വരേണ്ടതുണ്ടെന്ന് ഞാൻ എന്നെ സ്വയം ഓർമ്മിപ്പിക്കുകയും നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു തആല നമുക്ക് ഫലപ്രദമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.